ഇനി 2021 കേരള സംസ്ഥാന പാഴ്വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബില്ല്. ശ്രീമതി CK ആശ, അങ്ങേക്ക് 2021 കേരള സംസ്ഥാന പാഴ്വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേമം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2021 കേരള സംസ്ഥാന പാഴ്വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി, നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. സർ, ഇത് ബഹുമാനപ്പെട്ട അംഗം കൊണ്ടുവന്ന ബില്ല്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെങ്കിൽ തന്നെയും സമാന തുല്യമായിട്ടുള്ള മറ്റൊരു ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ പാഴ്വസ്തു ശേഖരണ തൊഴിലാളികളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതിലേക്കാണ് ഈ കേരള സംസ്ഥാന പാഴ്വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സാർ, 2016 കേരള അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ട്. പ്രസ്തുത പദ്ധതിയിലാണെങ്കിൽ മറ്റ് ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്ത പാഴ്വസ്തു ശേഖരണ തൊഴിലാളികൾക്കും അംഗമാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അവർക്കതിൽ അംഗമാകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോർഡാണ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോർഡാണ്. കേരള അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് മുഖാന്തരം പ്രസ്തുത പദ്ധതിയിൽ അംഗങ്ങൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ ആനുകൂല്യം കിട്ടും, വാർദ്ധക്യകാല പെൻഷൻ കിട്ടും സാർ, അതുപോലെ കുടുംബ പെൻഷൻ കിട്ടും, അവശതാ പെൻഷൻ കിട്ടും, ചികിത്സാ സഹായം കിട്ടും, വിദ്യാഭ്യാസ ആനുകൂല്യം കിട്ടും, പ്രസവാനുകൂല്യം കിട്ടും, വിവാഹ ധനസഹായം കിട്ടും സാർ, മരണാനന്തര സഹായം കിട്ടും, അപകട ആനുകൂല്യങ്ങൾ കിട്ടും സാർ. ഇത്രയധികം ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ബോർഡാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡെന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിക്കപ്പെട്ടിരുന്ന ആവശ്യങ്ങളെല്ലാം ഈ ബോർഡിനെ കൊണ്ട് നിറവേറ്റാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി. ബഹുമാനപ്പെട്ട അംഗത്തിന് വീണ്ടും ചർച്ച ചെയ്യണം, കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച തുടരുന്നതിൽ തെറ്റില്ല. സർ, അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ഈ പാഴ്വസ്തു ശേഖരണ തൊഴിലാളികൾക്ക് അംഗമാകാം എന്നുള്ളതാണ് മന്ത്രി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നാളിതുവരെ അവരുടെ ഒരു രജിസ്ട്രേഷൻ പോലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ അവർക്കൊരു തൊഴിൽ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് നൽകാൻ തൊഴിൽ ഡിപ്പാർട്ട്മെൻറ്റിനോ അവർ ആയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതും, അവർ എത്രമാത്രം ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അത് അവർക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ മുന്നിൽ കാണിക്കുന്ന ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ചർച്ച തുടരാനാണ് സാർ ആഗ്രഹിക്കുന്നത്. അവരെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ക്ഷേമനിധി ഉണ്ടാവണം എന്നുള്ളത് കൂടിക്കൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നത്. സാർ, നമുക്ക് അറിയാം, നമ്മുടെ നിയമസഭ ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് വേദിയായ ഒരു ഇടമാണ്. അതിൽ ഏറ്റവും അടിസ്ഥാന വർഗം അല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലാളി വർഗം എന്ന നിലയിലാണ് അവരുടെ സംരക്ഷണത്തിന് കൂടിയാണ് ഈ ബില്ല് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് അനേകം പേർ പാഴ്വസ്തു ശേഖരണ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ആശ്വാസം നൽകുന്നതിനും അവരുടെ ക്ഷേമ പെൻഷൻ, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ സഹായം എന്നിവ നൽകുന്നതിനും വേണ്ടി ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നത് അത്യാവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയാണ് ഉള്ളതാണ് സാർ ഈ ബില്ല്. സാർ, നമ്മുടെ വീടുകളിലും പറമ്പിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം നിത്യേന എത്രയേറെ മാലിന്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖരമാലിന്യങ്ങളെ വേർതിരിച്ച് സംസ്കരിക്കുവാനുള്ള വഴികൾ ഏറെ ഉണ്ടെങ്കിലും നാം അതിന് ശ്രമിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധന നാം ഓരോരുത്തരും നടത്തേണ്ടതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പഴയ വീട്ടുപകരണങ്ങളും പാത്രങ്ങളും അതിലേറെ ഈ മാലിന്യങ്ങളും ഒരുപോലെ വലിച്ചെറിയുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇത്തരം മാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ പ്രകൃതിയെ ഒരു പരിധിവരെ മോചിപ്പിക്കുന്ന ഒരു കൂട്ടർ നമ്മളോടൊപ്പമുണ്ട് സാർ. അവരാണ് പാഴ്വസ്തു ശേഖരണ തൊഴിലാളികൾ. നമ്മൾ പലപ്പോഴും അവരെ യാതൊരു പരിഗണനയും കൊടുക്കാതെ അവഹേളിക്കുകയും തുച്ഛമായ തുകയ്ക്ക് വേണ്ടി കലഹിക്കുകയും ചെയ്യുന്ന പാഴ്വസ്തു ശേഖരിക്കുന്ന തൊഴിലാളികളാണ് അവർ.
പ്രകൃതിയിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ യഥാവിധത്തിൽ സംസ്കരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരാണ് സാർ ഈ പ്രകൃതിയെ നിലവിൽ സംരക്ഷിക്കുന്നതിനുള്ള വലിയ ത്യാഗോജ്വലമായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. സാർ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു ബില്ല് വേണം, അവർക്കൊരു ക്ഷേമനിധി വേണം എന്നും ആഗ്രഹിക്കുന്നത്. സാർ ഇങ്ങനെ വേണ്ടത്ര പരിഗണനയോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത ഈ മേഖലയിലെ തൊഴിലാളികൾ ഒരു ദിവസം പണിമുടക്കിയാലുള്ള നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? സാർ അത് ഒരാഴ്ചയോ ഒരു മാസക്കാലമോ ആയാലോ നമ്മുടെ വഴിയരികളിൽ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കുമിഞ്ഞുകൂടും. മഴക്കാലത്താണെങ്കിൽ അവ നഗരങ്ങളിലൂടെ ഒഴുകി നടക്കും. ജനവാസ കേന്ദ്രങ്ങളിൽ ഭീഷണിയാകും. വെള്ളം കെട്ടിനിൽക്കും. മാരക രോഗങ്ങളാൽ ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കും. വീടുകളിലെ പഴയ സാധനങ്ങൾ വലിച്ചെറിയപ്പെടും. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെല്ലും ഉള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല സാർ. സാർ, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ മേഖലയിൽ നിരവധി സംവിധാനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിവുള്ളതാണ്. എന്നാൽ ഇതിൽ എത്ര എണ്ണം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നാം പരിശോധിക്കപ്പെടണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി എത്ര കോടി രൂപയാണ് സാർ വർഷാവർഷം ചെലവിടുന്നത്? പാഴ്വസ്തു ശേഖരണം എന്നാൽ പാഴ്വസ്തു ശേഖരണ തൊഴിലാളികൾ ഈ തൊഴിൽ ചെയ്യുന്നത് മൂലം സർക്കാരിനും നേട്ടമുണ്ട്. കാരണം എന്തെന്നാൽ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് സാർ ഈ തൊഴിലാളികൾ നമ്മുടെ പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നും നാം പരിശോധിക്കേണ്ടേ? ആക്രി സാധനങ്ങൾ വേർതിരിച്ച് വെക്കുന്ന ശീലം നമുക്ക് ആർക്കും തന്നെ ഇല്ല. അത് നമ്മൾ പറമ്പിലും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുകയാണ്. അത് വൃത്തികേടാക്കുന്നു. എന്നാൽ ഈ തൊഴിലാളികൾ ഈ ഇടങ്ങളിൽ ചെന്ന് ഇത്തരം സാധനങ്ങൾ പെറുക്കിയെടുത്ത് അതിനുശേഷം വീട്ടുകാരുമായി വിലപേശി അപ്പോൾ മാത്രമാണ് അവർക്കൊരു ചെറിയൊരു വരുമാനം ലഭിക്കുന്നത്. അതുവരെയും പറമ്പിൽ ആർക്കും വേണ്ടാതെ ഭൂമിക്ക് ഭീഷണിയായി രോഗങ്ങളുടെ ഉറവിടമായി മാലിന്യ കൂമ്പാരമായി കിടന്ന വസ്തുക്കൾക്ക് നാം അപ്പോൾ ഭയങ്കര വിലയാണ് നിശ്ചയിക്കുന്നത്. തൊഴിലാളികളോട് നമ്മൾ കലഹിക്കുകയും തുച്ഛമായ കാശിനു വേണ്ടി വിലപേശുകയും ഒടുവിൽ കിട്ടാവുന്ന നല്ല വിലയ്ക്ക് നമ്മൾ അവർക്ക് കൊടുക്കുകയുമാണ് സാർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മുടെ പങ്ക് അതാണ് എങ്കിൽ ഇതെല്ലാം യാതൊരു പ്രതിഫലേച്ഛ കൂടാതെ തന്നെ വളരെ തുച്ഛമായ പ്രതിഫലത്തിന് വേണ്ടി ശേഖരിക്കുന്ന മഹത്തായ സേവനമാണ് സാർ യഥാർത്ഥത്തിൽ പാഴ്വസ്തു ശേഖരണ തൊഴിലാളികൾ ഈ നാടിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സേവനം ലഭ്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. വളരെയേറെ ഭാവി അപകടത്തിലാവുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. സാർ, അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടത്ര പ്രതിഫലമോ ആരോഗ്യ സംരക്ഷണ ഉപാധികളോ ആനുകൂല്യങ്ങളോ ലഭ്യമാകുന്നില്ല സാർ. ഇതുവരെ അവർ അസംഘടിത വിഭാഗമാണ് സാർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അവർ അസംഘടിത വിഭാഗമായി തുടരുകയും അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ നിലവിലില്ലാതിരിക്കുകയും തൊഴിൽ കാർഡ് ഉൾപ്പെടെയുള്ളവ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സാർ അവർക്കൊരു ക്ഷേമനിധിയുടെ ആവശ്യം നാം മനസ്സിലാക്കുന്നത്. സ്ഥിരം വരുമാനം നമുക്കറിയാം. ഇന്റർനാഷണൽ ലേബർ തുടരുന്നു സാർ. ഒരു മിനിറ്റ് കൂടി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ തൊഴിൽ സംരക്ഷണത്തെ പറ്റി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാളിതുവരെ നമുക്ക് അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല സാർ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങളും ഒപ്പം തന്നെ ഈ ബില്ലിൽ വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങളും നടപ്പിലാക്കി ഈ മേഖലയിലെ തൊഴിലാളികളുടെ നാടിനു വേണ്ടിയുള്ള മഹത്തായ സേവനത്തിന് അംഗീകാരം നൽകണം. മാലിന്യമുക്തമായ ഭൂമി വരും തലമുറയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. അതിനാൽ പാഴ്വസ്തു ശേഖരണ തൊഴിലാളികളുടെ നിലനിൽപ്പ് അത്യന്താപേക്ഷിതമാണ്. ബില്ലിൽ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ ഗവൺമെൻറ് അംഗീകരിക്കുക വഴി സാമൂഹികമായ മുന്നേറ്റത്തിന് ഈ വിഭാഗത്തിന് അവസരം ലഭിക്കുകയും ജനങ്ങളുമായി നല്ല ബന്ധം ഇതുവഴി സൃഷ്ടിച്ചെടുക്കുകയും അതിലൂടെ സമൂഹത്തിലെ മാന്യമായ പദവിയിലേക്ക് പാഴ്വസ്തു ശേഖരണ തൊഴിലാളികളെ അംഗീകരിക്കുന്നതിനും ഈ ബില്ല് വഴി സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു. ഈ ബില്ല് തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു.